ഹലോ, ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ കർത്താവ് ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് ഇങ്ങനെ നിർത്തിയിരിക്കുന്നതിൻ്റെ പിന്നിൽ കർത്താവിന് വലിയ വലിയ ഉദ്ദേശങ്ങളാണുള്ളത്. എന്തൊക്കെയാണ് ഉദ്ദേശങ്ങൾ എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. മറ്റൊന്നുമല്ല, കർത്താവ് നമ്മൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടിയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അവൻ നമ്മുടെ മധ്യയുണ്ട്. അവൻ നമ്മുടെ മധ്യയുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, ഇതിനൊക്കെ മറുപടികളും അനുഗ്രഹങ്ങളും വിടുതലുകളും ഒക്കെ ഉണ്ടായിരിക്കും. എത്ര പേർ ചേർന്ന് ഹാലലുയ പറയും? നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ നമ്മുടെ ഒരു കീ സ്പോൺസറാണ് തൃശ്ശൂരിൽ നിന്ന് രാഘവൻ ആൻഡ് ആനന്ദകുമാരി രാഘവനാണ്. താങ്ക് യു സോ മച്ച്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഭാര്യ ആനന്ദകുമാരി രാഘവൻ്റെ 68ാമത്തെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ സിസ്റ്റർ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഏപ്രിൽ 27 രാഘവൻ്റെ 76ാമത്തെ ജന്മദിനമാണ്. വാവ്, ഹാപ്പി ബർത്ത്ഡേ രാഘവൻ അങ്കിൾ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. രണ്ടു പേരുടെയും ദൈവത്തിൻ്റെ മേലുള്ള ദൈവികമായ കൃപയും അനുഗ്രഹങ്ങളും ഇവരുടെ മേൽ ഉണ്ടാകട്ടെ. ദീർഘായുസ്സും അതുപോലെ ദൈവിക ആരോഗ്യമുണ്ടാകട്ടെ. മക്കളായ സഞ്ജീവ്, സതീഷ് കുമാർ എന്നിവർക്കായി പ്രാർത്ഥിക്കുന്ന രണ്ടുപേരുടെയും കുടുംബജീവിതം അനുഗ്രഹം പ്രാപിക്കുവാൻ, ആത്മീകമായിട്ട് വളരുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും. തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് കേൾക്കാൻ പോകുന്ന. വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. പുതിയ ഒരാഴ്ചയിലേക്കും പുതിയ മോർണിംഗ് ഗ്ലോറി പോഡ്കാസ്റ്റ് സീരീസിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് ലൈഫ്? എൻ്റെ പേഴ്സണൽ മൊബൈൽ നമ്പർ ആയിരക്കണക്കിന് പേരുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പേഴ്സണലി എനിക്ക് അയക്കാം. അത് വേറെ ആരും ചെക്ക് ചെയ്യുന്നില്ല, ഞാൻ തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്. എല്ലാ ദിവസവും കുറച്ചധികം സമയം അതിനു വേണ്ടി ഞാൻ ചെലവഴിക്കുന്നുണ്ട്. ജനങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കേൾക്കുക. ചിലപ്പോൾ വളരെ ചെറിയൊരു റിപ്ലൈ ആയിരിക്കും തരുന്നത്, എങ്കിലും ആ പ്രാർത്ഥന വിഷയങ്ങൾ അറിയാനും നിങ്ങളുടെ ലൈഫ് എന്താണെന്ന് അറിയാനൊക്കെ അത് മുഖാന്തരം ഇടയാകുന്നു. ഇത് കോവിഡിൻ്റെ സമയത്ത് ആരംഭിച്ചൊരു പ്രാക്ടീസാണ്. പിന്നെ ഈ മോർണിംഗ് ഗ്ലോറിയിലൂടെ എല്ലാവരുമായിട്ട് ഇങ്ങനെ കണക്ഷനിലായിരിക്കാനും കർത്താവ് അവസരം ഒരുക്കുന്നു. ആൻഡ് ഐ കൗണ്ട് ഇറ്റ് ആസ് എ ഗ്രേറ്റ് പ്രിവിലേജ്. കർത്താവിന് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ആഴ്ചയിൽ നമ്മളൊരു പുതിയ മെസ്സേജ് സീരീസിലേക്ക് പോവുകയാണ്. ദൈവിക സമാധാനം, ദ പീസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ദ പീസ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സമാധാനത്തെക്കുറിച്ചുള്ള ഒരു വീക്കാണിത്. ഒരുപക്ഷെ ഈ വീക്ക് കൊണ്ട് തീരും എന്ന് ഞാൻ വിചാരിക്കുന്നു. Isaiah chapter 9 and verse number 6. For to us a child is born, to us a son is given, and the government will be on his shoulders, and he will be called Wonderful Counselor, Mighty God, Everlasting Father, Prince of Peace. ബൈബിള് ഹാർഡ് കോപ്പി ബൈബിൾ ഉപയോഗിക്കുന്നവർ, പ്രിൻ്റഡ് ബൈബിൾ ഉപയോഗിക്കുന്നവർ പ്രിൻസ് ഓഫ് പീസ് എന്നത് അണ്ടർലൈൻ ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുക. അവിടെ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. സോ ദിസ് ഈസ് അബൌട്ട് ദ ബർത്ത് ഓഫ് ജീസസ് ഇൻ ബൈത്ലഹേം. കർത്താവ് ജനിക്കുന്നതിനെക്കുറിച്ച്, രക്ഷകൻ പിറക്കുന്നതിനെക്കുറിച്ച്. ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിൽ ഇരിക്കും. ദ ഗവൺമെൻറ് വിൽ ബി ഓൺ ഹിസ് ഷോൾഡേഴ്സ്. അപ്പോൾ ഇനി മുതൽ ഭരണം ഈ ജനിക്കുന്ന ശിശുവിൻ്റെ, നമുക്ക് നൽകപ്പെടുന്ന മകൻ്റെ തോളിലാണ്. He is the ruler, he is the governor, the governance shall be on his shoulders. അതിനുശേഷം അവന് വിളിക്കപ്പെടുന്ന പേരുകൾ, ടൈറ്റിൽസ് എന്തൊക്കെയാണ്? അവിടെ പറയുന്നത് അത്ഭുത മന്ത്രി, വണ്ടർഫുൾ കൗൺസിലർ. അതായത് രാജാവും മന്ത്രിയും ഒരാൾ തന്നെയാണ്. സാധാരണ ഒരു രാജാവ് ഉണ്ടെങ്കിൽ ഒത്തിരി മന്ത്രിമാർ കാണും. ഇവിടെ അങ്ങനെയല്ല.
ദ കിങ് ഹിംസെൽഫ് ഈസ് ദ മിനിസ്റ്റർ, ദ കൗൺസിലർ. ഈ രാജാവിന് ഭരണകാര്യങ്ങളും ഭരണതന്ത്രവും ഉപദേശിച്ചു കൊടുക്കുന്നവരാണ് മന്ത്രിമാർ. രാജാവിനെല്ലാം മനസ്സിലാവണമെന്നില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് പല മന്ത്രിമാരിരുന്ന് അവരുടെ ജ്ഞാനത്തിൽ അവരെല്ലാം വിദഗ്ധന്മാരും വലിയ ജ്ഞാനികളുമായിരിക്കും. ഭരണതന്ത്രം അറിയാവുന്നവരായിരിക്കും, അഡ്മിനിസ്ട്രേഷനും ഗവേണൻസും അറിയാവുന്നവരായിരിക്കും. അപ്പോൾ അവരാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ രാജാവിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ഡിസിഷൻ എടുത്താണ് രാജാവിനിലേക്ക് പോകുന്നത്. പക്ഷേ യേശുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ദർ ആർ നോ കൗൺസിലേഴ്സ്, ഹി ഹിംസെൽഫ് ഈസ് ദ കൗൺസിലർ. പക്ഷേ കൗൺസിലർക്ക് മുമ്പ് ഒരു പേരുണ്ട്, വണ്ടർഫുൾ കൗൺസിലർ. അവനെടുക്കുന്ന തീരുമാനങ്ങൾ, പോളിസികളൊക്കെ നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തായിരിക്കും. വീരനാം ദൈവം, മൈറ്റി ഗാഡ്. ശിശുവാണ് വന്നിരിക്കുന്നത്, ഒരു മകനെയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അവൻ വീരനാം ദൈവമാണ്. അടുത്തത് നിത്യപിതാവ്, വാ, എവർലാസ്റ്റിംഗ് ഫാദർ, ഇറ്റേണൽ ഫാദർ. അവൻ നിത്യപിതാവാണ്. കർത്താവ് ഒരിക്കൽ പറഞ്ഞല്ലോ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും, ഞാനും പിതാവും ഒന്നാകുന്നു. വി ആർ വൺ. അടുത്തത് സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും, പ്രിൻസ് ഓഫ് പീസ്. അതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്, പ്രിൻസ് ഓഫ് പീസ്. എല്ലാവരും ടൈപ്പ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിലേക്ക് വേഗത്തിൽ പോകുക. പ്രിൻസ് ഓഫ് പീസ് ടൈപ്പ് ചെയ്യുക, 2 Pയും ക്യാപിറ്റൽ ഇടുക. പ്രിൻസ് ഓഫ് പീസ്, സമാധാന പ്രഭു. മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നവർ സമാധാന പ്രഭു. ഞാൻ വിശ്വസിക്കുന്നു പ്രിൻസ് ഓഫ് പീസ് എന്നും സമാധാന പ്രഭു എന്നും ആവർത്തിച്ച് ടൈപ്പ് ചെയ്ത് ഈ കമൻറ്റ് സെക്ഷനിലേക്ക് ഇടുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ആ സമാധാന പ്രഭുവുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കി, റിലേഷൻഷിപ്പ് ഉണ്ടാക്കി, അവൻ്റെ സമാധാനത്തെ സ്വീകരിക്കുന്നതിന് തുല്യമായിട്ട് ഞാനും കണക്കാക്കുക. സോ കീപ്പ് ഓൺ ടൈപ്പിംഗ്. ടൈപ്പ് ചെയ്തിടുക സമാധാന പ്രഭു, സമാധാന പ്രഭു, അല്ലെങ്കിൽ പ്രിൻസ് ഓഫ് പീസ്. ഞാൻ പറഞ്ഞു വരുന്നത്, യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ അവന് ലഭിച്ച ചില ടൈറ്റിലുകൾ: 1 വണ്ടർഫുൾ കൗൺസിലർ, 2 മൈറ്റി ഗോഡ്, 3 എവർലാസ്റ്റിംഗ് ഫാദർ, 4ാമത്തെ ടൈറ്റിലാണ് പ്രിൻസ് ഓഫ് പീസ്. 100 കണക്കിന് ടൈറ്റിലുകൾ കർത്താവിന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന 4 ടൈറ്റിലുകളിൽ അവസാനം നമ്മൾ കാണുന്നതാണ് പ്രിൻസ് ഓഫ് പീസ്. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ വരവിനോടനുബന്ധിച്ച് കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്ന 4 ടൈറ്റിലുകൾ: അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഈ യേശു ഭൂമിയിൽ വന്നിട്ട് അനേക പ്രാവശ്യം സമാധാനത്തെക്കുറിച്ച് സംസാരിച്ചു. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. പോകുന്നതിന് മുമ്പ് പറഞ്ഞതാണ്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നൽകുന്ന സമാധാനം. അവിടെ പറഞ്ഞൊരു കാര്യം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ്. അതാണ് ചിന്തിക്കേണ്ട കാര്യം. സമാധാനം തരുന്നു എന്നാണെങ്കിൽ സമാധാനം കിട്ടി, അങ്ങനെയല്ല. എൻ്റെ സമാധാനം, ഞാൻ അനുഭവിക്കുന്ന സമാധാനം, എന്നിൽ നിന്നും പുറപ്പെടുന്ന സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. വാ, കൈകൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ, കർത്താവേ, അങ്ങയുടെ സമാധാനത്തെ ഞാൻ സ്വീകരിക്കുന്നു. കൈ ഉയർത്തി പറഞ്ഞോ. എൻ്റെ ജീവിതത്തിലേക്ക് യേശുവിനെ സമാധാന പ്രഭുവായി ഞാൻ സ്വീകരിക്കുന്നു എന്നങ്ങ് പറ. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഖത്തറിൽ എൻകൗണ്ടർ ഫെസ്റ്റിവലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്പോണ്ടേനിയസായി, ഓഫ് ഹാൻഡഡായി കുറേ കാര്യങ്ങൾ എൻ്റെ വായിൽ നിന്ന് വന്നു. അതിൽപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കും. ഒന്നും പ്രിപ്പയർഡ് മെസ്സേജ് അല്ല. എഴുന്നേറ്റ് നിന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരുന്നു. അതിൽപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ സമാധാനം നഷ്ടപ്പെടുന്നത്? പല കാരണങ്ങൾ കാണും. പക്ഷേ എനിക്ക് മനസ്സിലായത് ഏറ്റവും റാഡിക്കലായി നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നത് ബ്രോക്കൺ റിലേഷൻഷിപ്സിലൂടെയാണ്. ഭാര്യയും ഭർത്താവും തമ്മിലൊരു പ്രശ്നമുണ്ടായി. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇഞ്ചോടിഞ്ച് ചേർന്നാണ് കിടക്കുന്നതെങ്കിലും രണ്ടുപേരുടെ ഹൃദയത്തിൽ സമാധാനം അങ്ങ് പോയി. 2 കൂട്ടുകാർ തമ്മിൽ ഒരു ഭയങ്കര തിക് ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ പെട്ടെന്ന് തമ്മിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി. അതിനുശേഷം പെട്ടെന്ന് അകത്തെ സമാധാനം അങ്ങ് നഷ്ടപ്പെടും. ഇതുപോലെ
ഏത് ബന്ധങ്ങളെടുത്താലും ബന്ധങ്ങളിൽ ഉലച്ചിൽ വരുമ്പോഴാണ് സമാധാനം ബ്രേക്ക് ആകുന്നത്. അല്ലെങ്കിൽ ബ്രോക്കൺ റിലേഷൻഷിപ്സ് ആർ ദ റൂട്ട് കോസ് ഓഫ് ലൂസിങ് പീസ്. കേൾക്കുന്നുണ്ടോ? തകർന്ന ബന്ധങ്ങളാണ് അസമാധാനത്തിൻ്റെ കാരണം. ടൈപ്പ് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക, നിങ്ങളുടെ നോട്ട്സിൽ എഴുതി വയ്ക്കുക. തകർന്ന ബന്ധങ്ങളാണ് അസമാധാനത്തിൻ്റെ കാരണം. ഓക്കെ, സോ വി ലൂസ് പീസ് വെൻ റിലേഷൻഷിപ്സ് ആർ ബ്രോക്കൺ ഇൻ ടു പീസസ്. പീസ് നഷ്ടപ്പെടുന്നത്, PEACE, പീസ് നഷ്ടപ്പെടുന്നത് റിലേഷൻഷിപ്സ് PIECES, പീസസ് ആയി മാറുമ്പോൾ. ഇത് തുടങ്ങിയത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ അസമാധാനം തുടങ്ങുന്നത് ഏദൻ തോട്ടത്തിലാണ്. അവിടെ ഏദൻ തോട്ടത്തിൽ ദൈവവുമായി നല്ല ഉറ്റ ബന്ധത്തിൽ ജീവിച്ചിരുന്ന, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ, ഇൻ ദി കൂൾ ഓഫ് ദ ഡേ God used to come there and used to have a walk with them. അപ്പോൾ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ എനിക്ക് അതാണ് ആ ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാകുന്നത്. അവരുമായൊരു ഫെലോഷിപ്പും ഫ്രണ്ട്ഷിപ്പും കോംറേഡ്ഷിപ്പും ഒക്കെ ആയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്നാണ് ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കാതെ, കേൾക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ അത് ഒരു ബന്ധം അങ്ങ് തകർന്നു പോകുന്നു. അതോടുകൂടി മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടുന്നു. എന്നാൽ ഇതിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സമാധാന പ്രഭു ഈ ഭൂമിയിലേക്ക് വന്നത്. പറഞ്ഞ് ശ്രദ്ധിച്ചായിരുന്നു, ഏദൻ തോട്ടത്തിൽ വെച്ച് സമാധാനം നഷ്ടപ്പെട്ടു. ബ്രോക്കൺ റിലേഷൻഷിപ്പിലൂടെ ദൈവവും മനുഷ്യനുമായി ഉണ്ടായിരുന്ന ബന്ധം ബ്രോക്കണായപ്പോൾ സമാധാനം നഷ്ടപ്പെട്ടു. എന്നാൽ അതിനെ റിവേഴ്സ് ചെയ്യാൻ, തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ പേരാണ് റെക്കൺസിലിയേഷൻ. മലയാളത്തിൽ നിരപ്പ് എന്ന് പറയും. രണ്ട് പാർട്ടികൾ തമ്മിൽ, രണ്ട് വ്യക്തികൾ തമ്മിൽ ബന്ധം ഉലഞ്ഞു പോയാൽ അവരെ തമ്മിൽ ആമിക്കബിളായി നടുവിൽ ഒരു മധ്യസ്ഥൻ നിന്ന് നിരപ്പിക്കുന്നതിൻ്റെ പേരാണ് മീഡിയേഷനിലൂടെ അവരുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് തീർത്ത് ആ ബന്ധം കൃത്യമാക്കുവാണെങ്കിൽ അതിൻ്റെ പേരാണ് റെക്കൺസിലിയേഷൻ. ഞാനൊരു വചനഭാഗം തരട്ടെ, പുതിയ നിയമത്തിലാണ്. നോക്കാം, 2 കൊറിന്ത്യർ 5-ാം അധ്യായം, എല്ലാവരും ഒന്ന് എടുത്തു. 2 Corinthians chapter number 5 verses 18 to 20. ഇങ്ങനെയാണ് പറയുന്നത്, all this is from God who reconciled us to himself through Christ and gave us the ministry of reconciliation, that God was reconciling the world to himself in Christ, not counting people's sins against them. And he has committed to us the message of reconciliation. We are therefore Christ's ambassadors, as though God were making his appeal through us. We implore you on Christ's behalf, be reconciled to God. മലയാളം നോക്കാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 18. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ദൈവത്തിൽ നിന്നാണ് ഇതെല്ലാം സംഭവിച്ചത്. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ക്രിസ്തു മൂലം ദൈവത്തോട് നിരപ്പിച്ചു. ദൈവം തന്നെ അതിൻ്റെ ഇനീഷ്യേഷൻ എടുത്തു. എന്താണ് ചെയ്തത്? ക്രിസ്തു മൂലം. എല്ലാവരും പറ, ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ച്, അതിനുശേഷം നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. സോ ദർ ഈസ് സംതിങ് കോൾഡ് ദ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ. ഇന്ന് പുതിയ നിയമത്തിൽ പാപികളായ മനുഷ്യരെ സുവിശേഷത്തിലൂടെ കർത്താവിലേക്ക് കൊണ്ടുവന്നാൽ ദാറ്റ് മിനിസ്ട്രി ഈസ് കോൾഡ് ദ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ, അല്ലെങ്കിൽ നിരപ്പിൻ്റെ ശുശ്രൂഷ എന്നാണ് ഇതിനെ വിളിച്ചിരിക്കുന്നത്. തീരുന്നില്ല. ദൈവം ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ച് പോന്നു. അതായത് ലോകത്തിൻ്റെ പാപങ്ങളെ കണക്കിടാതെ നമ്മുടെ ക്രിസ്തു അതിനുവേണ്ടി, യേശു കർത്താവ് അതിനുവേണ്ടി പെസഹ കുഞ്ഞാടായി തൻ്റെ മേൽ അത് ഏറ്റെടുത്തത് കൊണ്ട് ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തിൽ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതിനെ പറയുന്നത് ദ മെസ്സേജ് ഓഫ് റെക്കൺസിലിയേഷൻ എന്നാണ്. നിരപ്പിൻ്റെ വചനം, ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചുമിരിക്കുന്നു. ഈ നിരപ്പിൻ്റെ വചനം
ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന, ചുരുക്കി പറയുന്നത്, ദ മെസ്സേജ് ഓഫ് റെക്കൺസിലിയേഷൻ ഈസ് ദ ഗോസ്പൽ മെസ്സേജ്, ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് ദൈവം താങ്കളുടെ പാപങ്ങളെ ക്രിസ്തുവിൽ ക്ഷമിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അത് എത്ര വലിയ അനുഗ്രഹമാണ്. എല്ലാ പാവങ്ങളെയും ക്യാൻസൽ ചെയ്യുന്നു. എവിടെ കിട്ടും? എവിടെ പോയാൽ കിട്ടും? ഏതെങ്കിലും പുണ്യസ്ഥലത്ത് പോയാൽ കിട്ടുമോ? കാശ് കൊടുത്താൽ കിട്ടുമോ? ഭക്തിയുടെ മാർഗത്തിൽ എന്ത് ചെയ്താലും കിട്ടുമോ? മനുഷ്യൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഒരു പരിഹാരം കഴിക്കാനും യാഗം കഴിക്കാനും മനുഷ്യർക്ക് ആർക്കും സാധ്യമല്ലാതിരിക്കുമ്പോൾ, പുരോഹിതന്മാർക്ക് സാധ്യമല്ലാതിരിക്കുമ്പോൾ, യേശു തന്നെ കുഞ്ഞാടും, അതായത് യാഗവസ്തുവും, താൻ തന്നെ പുരോഹിതനുമായി വന്ന് ആ യാഗം കഴിച്ചു. ഇനി ഫ്രീ ആയി, സൗജന്യമായി, കൃപയാൽ നമുക്ക് മോചനം ലഭിച്ചിരിക്കുന്നു. ഈ സദ്വാർത്തയാണ് സുവിശേഷം. അതിനെ പറയുന്ന നിരപ്പിൻ്റെ സന്ദേശം എന്നാണ്. ഓക്കെ, എന്നിട്ട് പറയാം, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിലെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. എല്ലാവരോടും പറയുക, നിങ്ങൾ ദൈവത്തോട് നിരക്കുക എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് ബ്രോക്കൺ ആയത് മെൻഡ് ചെയ്ത് റിപ്പയർ ചെയ്ത് തിരിച്ചു വരിക. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ ആകുന്നു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടത് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നൊരു കാര്യം കേട്ടോളാം. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ കൈ ഇങ്ങനെ വിരിച്ച് ഇങ്ങനെയാണ് കിടക്കുന്നത്. അതിന് ഒരു വെർട്ടിക്കൽ ബാറും, ക്രോസിന് ഒരു വെർട്ടിക്കൽ ബാറും ഒരു ഹൊറിസോണ്ടൽ ബാറും ഉണ്ട്. യേശു കർത്താവിനെ ആളുകൾ വടി കൊണ്ട് അടിച്ചു കൊല്ലുകയല്ല ചെയ്തത്, കത്തിക്ക് കുത്തി കൊല്ലുകയല്ല, കുന്തം കൊണ്ട് കുത്തി കൊല്ലുകയല്ല ചെയ്തത്, കല്ലെറിഞ്ഞു കൊല്ലുകയല്ല ചെയ്തത്, പക്ഷേ ക്രൂശിലാണ് മരിക്കുന്നത്. ദിസ് ഈസ് വെരി മീനിങ് ഫുൾ. ആകാശത്തിനും ഭൂമിക്കും മധ്യേ, അല്ലെങ്കിൽ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ, അല്ലെങ്കിൽ ദൈവത്തിനും ഭൂമിക്കും മധ്യേ ക്രൂശിൽ വെർട്ടിക്കലായി ദൈവവും മനുഷ്യനുമായുള്ള ബന്ധവും തിരശ്ചീനമായി മനുഷ്യരും തമ്മിലുള്ള ബന്ധം, ഇതിൻ്റെ എല്ലാത്തിൻ്റെ നിരപ്പിന് വേണ്ടി ഒരു മധ്യസ്ഥനായി, മീഡിയേഷന് വേണ്ടി ഒരു യാഗവസ്തുവായി അവൻ തൂങ്ങിക്കിടന്നു. ഇതാണ് നിരപ്പിൻ്റെ. അതിലൂടെയാണ് മനുഷ്യവർഗത്തെ ദൈവത്തിലേക്ക് കർത്താവ് നിരപ്പിച്ചത്. അതിൻ്റെ സന്ദേശമാണ് സുവിശേഷം. ആ ശുശ്രൂഷയാണ് നിരപ്പിൻ്റെ ശുശ്രൂഷ എന്നാണ് ഈ പറയുന്നത്. ഇതിനോട് ചേർന്ന് റോമാലേഖനം 5:1 വായിക്കുമ്പോൾ, therefore since we have been justified through faith we have peace with God through our Lord Jesus Christ. റോമാലേഖനം 5-ാം-അധ്യായം 1-ാമത്തെ വചനം ഭയങ്കരമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഇവിടെയാണ് സമാധാനം തുടങ്ങുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞ്, ദൈവിക സമാധാനം. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക, ദ പീസ് ഓഫ് ഗോഡ്, അങ്ങനെ, അല്ലെങ്കിൽ ദ പീസ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്നുള്ള സമാധാനം, ദൈവിക സമാധാനം. അതൊന്ന് ടൈപ്പ് ചെയ്തിടുക. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, since we have been justified through faith we have peace with God through our Lord, എല്ലായിടത്തും through our Lord Jesus Christ. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തോട് നീതീകരണവും സമാധാനവുമുണ്ട്. അപ്പോൾ നമ്മൾ പാപത്താൽ ദൈവത്തിൻ്റെ ശത്രുക്കളായി വലിയ ഒരു ബ്രോക്കൺനെസ് ഉണ്ടായി. എന്നാൽ യേശു എൻ്റെ നടുക്ക് നിന്നുകൊണ്ട് ബ്രിഡ്ജ് ചെയ്ത് നമ്മെ തമ്മിൽ നിരപ്പിച്ചു. ഇതിലൂടെ അതിനുശേഷം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ലൈൻ ക്ലിയറായി. അപ്പോൾ സമാധാന പ്രഭു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, ഐ ആം റിയലി എക്സൈറ്റഡ്, കേൾക്കണേ, സമാധാന പ്രഭു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവനിലൂടെ നമുക്ക് ദൈവവുമായുള്ള ആ ബന്ധം കൃത്യമാക്കിയിട്ട് നമുക്ക് സമാധാനം ലഭിച്ചു. അതുകൊണ്ടാണ് അവനെ സമാധാന പ്രഭു എന്ന് വിളിക്കുന്നത്. ഇനി കേട്ടോ, 1 Timothy chapter 2 and verse number 5. 1 തിമോത്തിയോസ് 2:5, for there is one God and one mediator between God and mankind, the man Christ Jesus. അവിടെ പറയുന്നത്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്ന ക്രിസ്തു യേശു തന്നെ എന്നവിടെ പറയുന്നുണ്ട്. ഈ യേശുവിനല്ലാതെ വേറെ ആർക്കും ഇതുപോലെ നമ്മുടെ ഒരു മധ്യവർത്തിയാകാൻ സാധ്യമല്ല. അതാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത്. കാരണം ഒരേ സമയം അവൻ ദൈവമാണ്, ഒരേ സമയം
അവൻ മനുഷ്യനുമാണ്. രണ്ട് പാർട്ടികളെ തമ്മിൽ നിരപ്പിക്കണമെങ്കിൽ ഞാൻ അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, രണ്ട് പാർട്ടികളുടെയും നേച്ചർ വേണം. രണ്ട് പാർട്ടികളെയും അറിയണം. രണ്ട് പാർട്ടികളാലും സമ്മതനായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു മധ്യസ്ഥനായി നിൽക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് യേശുവിനെ ഏക മധ്യസ്ഥൻ എന്ന് പറയുന്നത്. അതാണ് ഈ വചനത്തിൽ കാണുന്നത്. ആരെല്ലാം എങ്ങനെ തിരിച്ചു പഠിപ്പിച്ചാലും, വേറെയും മധ്യസ്ഥന്മാരുണ്ടെന്ന് ആരെല്ലാം പഠിപ്പിച്ചാലും, ദൈവവചനം അസന്നിഗ്ധമായി പറയുന്നു, there is only one God and there is only one mediator between God and man. It is so clear. ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ, കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതിലൂടെയാണ് നമുക്ക് സമാധാനം ഉണ്ടായത്. ലൂക്കോസിൻ്റെ സുവിശേഷം 24:36 വായിച്ചാൽ അവിടെ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം പറയുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ ഉയർത്തതിൻ്റെ ശേഷം കർത്താവ് ഷാലോം, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്നത്. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ജനിച്ച ശേഷം ആട്ടിടയന്മാർ രാത്രിയിൽ ആടുകളെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സ്വർഗീയ ദൂതന്മാരുടെ ഒരു വലിയ സംഘം ഇറങ്ങി വന്നിട്ട് അവർ പറയുന്നുണ്ട്, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. എല്ലാവർക്കും അല്ല, ദൈവം പ്രസാദിക്കുന്നത് ആരാണ് അവർക്ക് സമാധാനം. അപ്പോൾ യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ സ്വർഗത്തിലുള്ള ദൈവത്തിൻ്റെ സമാധാനത്തെ ഈ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. ആധുനിക ഭാഷയിൽ ഡൗൺലോഡ് ചെയ്തു. മുകളിൽ നിന്നും താഴേക്ക് ലോഡ് ചെയ്തു, ഡൗൺലോഡ് ചെയ്തു. അതാണ് നമ്മളവിടെ കാണുന്നത്. ചോദ്യം, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവിക സമാധാനമുണ്ടോ? കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവിക സമാധാനം ഉണ്ടോ? ദൈവം തരുന്ന സമാധാനമുണ്ടോ? കർത്താവ് പറയുന്നത്, സമാധാനം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ആ സമാധാനം നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ ദൈവമായുള്ള ബന്ധം കറക്റ്റാക്കുക. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ദൈവമായുള്ള ബന്ധം കറക്റ്റായി കഴിയുമ്പോൾ ഈ ഹൊറിസോണ്ടൽ തിരശ്ചീന തലത്തിൽ മനുഷ്യരും തമ്മിലുള്ളതും കറക്റ്റഡ് ആകാൻ തുടങ്ങും. തുടക്കം എവിടെയാണ്? നെഞ്ചിലോട്ട് എല്ലാവരും ഒന്ന് കൈവച്ച് എന്നോട് ചേർന്ന് പറ, യേശുവേ, അങ്ങ് സമാധാന പ്രഭുവായി. എല്ലാവരും പറ. രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും ദൈവത്തെ അറിയാത്തവരും എല്ലാവരും പറഞ്ഞു. ഇത് കേൾക്കുന്ന കാണുന്ന എല്ലാവരും പറഞ്ഞു, യേശുവേ, ഈ ഭൂമിയിലേക്ക് അങ്ങ് സമാധാന പ്രഭുവായി വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ സമാധാന പ്രഭുവായി ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. ഏതെങ്കിലും പാപങ്ങൾ അങ്ങുമായുള്ള ബന്ധത്തിന് തടസ്സമായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്നിൽ നിന്നും അകറ്റിക്കളയണമേ. അങ്ങ് എനിക്ക് വേണ്ടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന അങ്ങൻ്റെ രക്ഷകനാണ്, അങ്ങൻ്റെ ദൈവമാണ്. എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവികമായ സമാധാനത്തെ ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. ആമേൻ. നിങ്ങളെ പ്രാർത്ഥിച്ചെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഹൃദയത്തിനകത്തേക്ക് വന്ന് ആ ദൈവിക സമാധാനം ഫില്ലാകാൻ പോകും. വാ. കൈകൾ രണ്ടും ഒരിക്കൽ കൂടി ഇങ്ങോട്ട് നെറ്റിപ്പിടിക്കാം. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ പോകും. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഏതാനും സെക്കൻഡുകളേ ഉള്ളൂ, പക്ഷേ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദയവായി നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുക, രോഗവിവരങ്ങൾ പറയുക. ഞാനല്ല, യേശുവാണ് സൗഖ്യമാക്കുന്നതും വിഷയങ്ങൾക്ക് വിടുതൽ നൽകുന്നതും. കർത്താവ് ഈ സമയത്ത് വലിയ വിടുതൽ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. വലിയ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. പിത്താശയത്തിലുള്ള കല്ല്, ഗോൾ ബ്ലാഡർ സ്റ്റോൺ എന്നൊക്കെ അറിയപ്പെടുന്നത്, യേശുവിൻ്റെ നാമത്തിൽ വെളിയിൽ പോട്ടെ. കിഡ്നി സ്റ്റോണുകൾ യേശുവിൻ്റെ നാമത്തിൽ വെളിയിൽ പോട്ടെ. ക്യാൻസർ രോഗം സൗഖ്യമാകട്ടെ. അതുപോലെ പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. അതുപോലെ വയറിൻ്റെ ഉദര സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ബ്രെയിൻ റിലേറ്റഡ് പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അങ്ങയുടെ നാമത്തിൽ കർത്താവ് ഇപ്പോൾ വിടുതൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഒരു വലിയ വിടുതൽ ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. ആമേൻ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഷാലോം എന്ന് വെച്ചാൽ എബ്രായ ഭാഷയിൽ സമാധാനത്തിന് പറയുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ നമ്മളൊരു ദിവസം കയറാൻ പോവുകയാണ്. നിങ്ങൾക്ക് സമാധാനം. പീസ് ബി അപ്പോൺ യു. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളിൽ നിറഞ്ഞ വസിക്കട്ടെ. ഈ ആഴ്ചയിൽ ഒരു ദിവസം പോലും മോർണിംഗിൽ ഒരു മുടങ്ങരുത്. കാരണം ഒന്നിൻ്റെ മേൽ ഒന്നായി ബിൽഡ് ചെയ്ത് നമ്മൾ പോകാൻ പോവുകയാണ്. എൻ്റെ ലിങ്കുകൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. I am really excited for this series. God bless you all. See you tomorrow. Bye-bye.